ഇന്നലെ പരീക്ഷയുടെ ആൻസറൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ചാലക വികാസ തത്വങ്ങളിൽ പെടാത്തത് ഏത്? നമ്മൾ പഠിച്ചതായിരുന്നു. ശാരീരിക ചാലക വികാസം കണ്ടുപിടിച്ച എലിസബത്ത് ഫെർലോക്കാണ്. കുട്ടികളുടെ ഓരോ പ്രായത്തിനനുസരിച്ചുള്ള എന്താണ് ശാരീരിക ചാലക വികാസ ഘട്ടങ്ങൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കുകയുണ്ടായി എലിസബത്ത് ഫെർലോക്ക്. അതിന്റെ താഴെയായിട്ട് നമ്മൾ പഠിച്ചതാണ് എന്ത്, നമ്മുടെ ശാരീരിക ചാലക വികാസ തത്വങ്ങൾ എന്ന് പറഞ്ഞ് പഠിച്ചതാണ്. അതിൽ നമ്മൾ ആദ്യമേ കണ്ടായിരുന്നു സ്ഥൂല ചലങ്ങളിൽ നിന്നും സൂക്ഷ്മ ചലങ്ങളിലേക്ക്, അല്ലേ? അതുപോലെ തന്നെ ആ ഏകപാർശ്വത്തിൽ നിന്നും ദ്വിപാർശ്വത്തിലേക്ക്, ശിരോഭാഗത്തു നിന്നും ഭാഗങ്ങളിലേക്ക്, സ്ഥൂല പേശികളും സൂക്ഷ്മ പേശികളിലേക്ക്, അല്ലേ? ഇവിടെ ഒരെണ്ണം തെറ്റാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ സ്ഥൂല പേശികളിൽ നിന്ന് സൂക്ഷ്മ പേശികളിലേക്ക് ആ പറഞ്ഞ പോയിന്റ് ശരിയാണ്. കാരണം മൊത്തത്തിലുള്ള ചലനം അഭ്യസിച്ചിട്ട് വേണം എങ്ങോട്ട് പോകാൻ, ചെറിയ ചെറിയ ചലനങ്ങളിലേക്ക് പോകാൻ. അപ്പം സ്ഥൂലം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം മൊത്തം എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ചെറുത് എന്ന് പറഞ്ഞായിരുന്നു. അപ്പം മൊത്തത്തിലുള്ള ചലനത്തിൽ നിന്ന് വേണം എങ്ങോട്ട് പോകാൻ, ചെറിയ ചലനങ്ങളിലേക്ക് നമ്മൾ പോകാൻ. രണ്ടാമത്തെ നോക്കി, ഏകപാർശ്വത്തിൽ നിന്നും ദ്വിപാർശ്വത്തിലേക്ക്, ആ പോയിന്റ് ശരിയാണോ? കുഞ്ഞു പിള്ളേര് ഒരു കൈ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വലുതാകുമ്പോൾ രണ്ട് കൈ ഉപയോഗിച്ച് ചെയ്യുമെന്ന്, ആ പോയിന്റ് തെറ്റല്ലേ? നമ്മൾ പറഞ്ഞായിരുന്നു, അല്ലേ? കൊച്ചിൻ്റെ ഒരു പെൻസിലോ പേനയോ പിടിക്കാൻ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വെട്ടുവാളോ അല്ലെങ്കിൽ ഒരു കത്തിയോ കൊടുത്താൽ പിള്ളേർ രണ്ട് കൈ ഉപയോഗിച്ച് ചെയ്യും. പക്ഷെ വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ അവരത് ഒരു കൈയിലേക്ക് മാറി വലം കൈനോ ഇടങ്കൈനോ ഒക്കെ ആയിത്തീരുന്ന രീതിയിലേക്ക് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ എന്താണ് ഇവിടെ വരേണ്ടത്? ശരിക്കും ദ്വിപാർശ്വത്തിൽ നിന്നും ഏകപാർശ്വത്തിലേക്ക് എന്നായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം. ഈ ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ട് വന്നത്. അടുത്ത ശിരോഭാഗത്തു നിന്നും പാദങ്ങളിലേക്ക്, നമ്മൾ പറഞ്ഞായിരുന്നു തലയിലാണ്, അല്ലെ, ശിരസിലാണ് ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്നത്. അവിടുന്നാണ് പാദങ്ങളിലേക്ക് വളർച്ച പോകുന്നത്. നമുക്കൊരു ഫോട്ടോ എടുത്ത് കാണിച്ചിരുന്നു. അടുത്തത് സ്ഥൂല പേശികളിൽ നിന്ന് സൂക്ഷ്മ പേശികളിലേക്ക്. കാരണം ശരിയാണ്, സ്ഥൂല പേശികൾ വെച്ചാൽ മൊത്തത്തിലുള്ള പേശികളുടെ ചലനത്തിൽ നിന്നാണ് എങ്ങോട്ട് പോകുന്നത്, സൂക്ഷ്മമായിട്ടുള്ള അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതായിരുന്നു നമ്മൾ പഠിച്ചത്. സോ ഇവിടെ പെടാത്തത് ഏകപാർശ്വത്തിൽ നിന്ന് ദ്വിപാർശ്വത്തിലേക്കാണ്. ശരിയായിട്ടുള്ള ഓപ്ഷൻ എങ്ങനെയായിരുന്നു? ദ്വിപാർശ്വത്തിൽ നിന്നും ഏകപാർശ്വത്തിലേക്ക് എന്നായിരുന്നു ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, നോക്കിയിട്ട് വേണം പോകാൻ, ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്ലിനിക്കൽ മെത്തേഡിന്റെ വക്താവ് ആരാണ്? നമുക്കറിയാം നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള എന്താണ് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ എന്ന് പറഞ്ഞ പാഠത്തിലുള്ളതാണ് ക്ലിനിക്കൽ മെത്തേഡ്. ക്ലിനിക്കൽ മെത്തേഡിന്റെ വക്താവാണ് ലൈറ്റ്നർ വിമർ. എന്തിനായിരുന്നു ക്ലിനിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്? മനോരോഗ ബാധിതരും അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രായമാവരിലൊക്കെ നമ്മൾ എന്താ ഈ മാനസികാവസ്ഥ ശരിയായിട്ടുള്ള അല്ലെങ്കിൽ നിലപാട് ഇല്ലാത്തവരിലാണ് നമ്മൾ ഈ പറഞ്ഞ ക്ലിനിക്കൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ വക്താവാണ് ലൈറ്റ്നർ വിമർ. അടുത്തത് വുഡ് ആണെങ്കിൽ ഏത് മെത്തേഡിന്റെയാണ്? വുഡ് ഏത് മെത്തേഡാ? വുഡ് ടിച്ചണറൊക്കെ ഏത് മെത്തേഡാ? വുഡ് ടിച്ചണറൊക്കെ നമ്മൾ പഠിച്ചതാ ആത്മനിഷ്ഠ രീതി അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. അതിന്റെ വക്താവാണ് വുഡും അതുപോലെ തന്നെ ടിച്ചണറും ഒക്കെ. പിന്നെ നമ്മുടെ ബ്രൂണർ ആരാന്നറിയോ? ബ്രൂണർ, ജെറോമസ് ബ്രൂണർ. നിങ്ങൾ പഠിച്ചതല്ല, എന്നാലും നിങ്ങൾ കേട്ടിട്ടുള്ള ഒരാളാണ് ബ്രൂണർ, അല്ലെ? ജെറോമസ് ബ്രൂണർ ആരാണ്? ജെറോമസ് ബ്രൂണർ. ബ്രൂണറുടെ പാഠ്യപദ്ധതിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഇനിയും പഠിക്കാനായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. സർപ്പിൾ പാഠ്യപദ്ധതി കേട്ടോ. അതുപോലെ തന്നെ സ്പൈറലിംഗ് മെത്തേഡൊക്കെ കണ്ടുപിടിച്ച വ്യക്തിയാണ് ജെറോമസ് ബ്രൂണർ. അടുത്ത ജെയിൽ മൊറീനോ നമ്മൾ പഠിച്ചതാണ്. ആരാണ് ജെയിൽ മൊറീനോ? നമ്മുടെ സാമൂഹിക മിതി അല്ലെങ്കിൽ സോഷ്യോമെട്രിക് തിയറി കണ്ടുപിടിച്ച വ്യക്തിയാണ് ജെയിൽ മൊറീനോ കേട്ടോ. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. ഇനി തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായിട്ടുള്ള ജോഡിയാണ് ഇത്രയും ക്വസ്റ്റ്യൻസും സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. കാരണം ഒരു ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാ പാറ്റേണും കടന്നു വരും, അല്ലെ? എല്ലാ കാര്യങ്ങളിലുള്ള ഒരു എന്താണ് ക്രോഡീകരണം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ കിട്ടും. നോക്കിയേ, ഉപാഖ്യാന രേഖ കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നതിന്. പറഞ്ഞത് ശരിയാണ്. ഉപാഖ്യാന രേഖ എന്തിനായിരുന്നു? നമ്മുടെ കുട്ടികളിൽ വല്ലപ്പോഴും ഒക്കെ കാണുന്ന അവിചാരിതമായിട്ടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപാഖ്യാന രേഖ നമ്മൾ തയ്യാറാക്കുന്നത്. അടുത്തത് സഞ്ചിത രേഖ. തെറ്റുണ്ട്. എന്തായിരുന്നു? നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിന്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് രേഖപ്പെടുത്തുന്നു. സഞ്ചിത രേഖ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചായിരുന്നല്ലേ? എന്തായിരുന്നു? കുട്ടികളുടെ കൂടെ സഞ്ചരിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡാക്കി വെക്കുന്നതാണ് സഞ്ചിത രേഖ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. പക്ഷെ ഇവിടെ വന്ന എന്താണ്? നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിന്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് പറയുന്നു. അത് ഏതിലാണ് വരേണ്ടത്? അളവിലും തീവ്രതയിലും ഉണ്ടെങ്കിൽ അത് വരേണ്ടത് റേറ്റിംഗ് സ്കെയിലാണ്. റേറ്റിംഗ് സ്കെയിലുള്ള ഓപ്ഷനാണ് സഞ്ചിത രേഖ അത് വന്നത്. അടുത്ത സാമൂഹിക ബന്ധ പരിശോധന. നമ്മൾ മുമ്പ് പഠിച്ച ജെയിൽ മൊറീനോയുടെ സാധനം എന്തായിരുന്നു? ഗ്രൂപ്പുകളിൽ ഒരു വ്യക്തിയുടെ സാമൂഹിക ബന്ധത്തിന്റെ അളവ് നിർണ്ണയിക്കുന്നു. നമ്മൾ പഠിച്ച ഒരാളാണെങ്കിൽ ഏകാകി, രണ്ടുപേരാണെങ്കിൽ എന്താണ് ദ്വന്ദ്ങ്ങൾ, ടിൻസുകൾ, ഇനി 3 പേരാണെങ്കിൽ ക്ലിക്കുകൾ,
പേരാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യുവാണെങ്കിൽ അദ്ദേഹം അവിടുത്തെ സ്റ്റാർ, ഒന്നിലധികം ആൾക്കാർ നടന്നു വരുവാണെങ്കിൽ അവൻ അവിടുത്തെ ഗ്യാങ്ങുകൾ എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു സാധനമാണ് സാമൂഹ്യ ബന്ധ പരിശോധന എന്ന് പറയുന്നത്. ഇനി നിരീക്ഷണ രീതി ശരിയാണ്. ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ തത്സമയം തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്ന രീതിയാണ് നിരീക്ഷണ രീതി. രണ്ടു തരം, പ്രത്യക്ഷ നിരീക്ഷണം അതുപോലെ തന്നെ പരോക്ഷ നിരീക്ഷണവും. ഭാഗപത്ത് നിരീക്ഷണവും പരോക്ഷ നിരീക്ഷണം എന്ന് പറയും. അതായത് വ്യക്തി അറിഞ്ഞും അറിയാതെ നിരീക്ഷിക്കുന്ന രണ്ട് തരത്തിലുള്ളതാണ് നിരീക്ഷണ രീതി, ഒബ്സർവേഷൻ മെത്തേഡിനകത്ത് ഉള്ളത്. ഇതിന് ഒരു ചോദ്യം എപ്പോഴും ഉള്ളതാണ്, ക്ലാസ് മുറിയിലുള്ള അധ്യാപകന് കുട്ടികളെ മനസ്സിലാക്കാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതി ഏതാണ്? ഏത് രീതിയാണ്? ക്ലാസ് മുറിയിൽ കുട്ടികളെ മനസ്സിലാക്കാൻ ഒരു അധ്യാപകന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതി ഏതാണ്? ഏത് രീതിയാ? ഒരു മണിക്കൂർ നിങ്ങളുടെ ഒരു ക്ലാസ് തന്നു. ആ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും അവിടെ ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ആരൊക്കെ അടങ്ങിയിരിക്കുന്നില്ല, ആരൊക്കെയാണ് അതിനകത്ത് പിരിവിടുമാര് എന്നൊക്കെ ഐഡിയ കിട്ടത്തില്ലേ? അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം കേട്ടോ ചോദിച്ചിട്ടുണ്ട്. ക്ലാസ് മുറിയിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള എന്താണ് രീതി ഏതാണ്? നമ്മുടെ നിരീക്ഷണ രീതി കേട്ടോ. അത് സീറോ ഓഫ് കോസ്റ്റ് അല്ലേ, നമ്മൾ നോക്കിയാൽ മാത്രം മതി പിള്ളേർ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ശാരീരിക ചാലക വികാസത്തെക്കുറിച്ച് പഠനം നടത്തിയത് ആരാണ്? നമുക്കറിയാം, മുമ്പ് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിരുന്ന ആരായിരുന്നു? നമ്മുടെ എലിസബത്ത് ബി ഹർലോക്ക് ആണ് ശാരീരിക ചാലക വികാസത്തെക്കുറിച്ചുള്ള പഠനം നടത്തിയത്. കാതറിൻ ബ്രിഡ്ജസ് ചാർട്ട് തയ്യാറാക്കിയാണ് കുട്ടികളുടെ വികാരങ്ങൾ കേട്ടോ. ഇപ്പോഴേ ഓർത്തിരുന്ന അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് കുട്ടികളുണ്ടാകുന്ന വൈകാരിക അവസ്ഥകൾ, അതുപോലെ തന്നെ കുട്ടികളുടെ വികാരങ്ങളും ഒരു ചാർട്ടാക്കിയ ആളാണ് കാതറിൻ ബ്രിഡ്ജസ്. ജീൻ പിയാഷെ വളരെ എന്താണ് സൈക്കോളജിക്കകത്ത് വളരെ പ്രാധാന്യമറിയുക അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പേഴ്സൺ ആണ് ഈ പറയുന്നത് ജീൻ പിയാഷെ. ജീൻ പിയാഷെയാണ് നമ്മുടെ സംസ്ഥാപനം, സാംശീകരണം, അതുപോലെ തന്നെ അക്കോമഡേഷൻ, അസിമുലേഷൻ, ഇക്വിലിബ്രിയം, സന്തുലീകരണം, ഇതുപോലെയുള്ള വലിയ വലിയ കോൺസെപ്റ്റുകൾ കൊണ്ടുവന്ന ആളാണ് ജീൻ പിയാഷെ. അതുപോലെ തന്നെ വൈഗോസ്കി, നമ്മുടെ ZPD സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, സ്കഫോൾഡിങ്, അതുപോലെ തന്നെ CAL കറന്റ് എബിലിറ്റി ലെവല്, PAL പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് വൈഗോസ്കി കേട്ടോ. അതൊക്കെ നമ്മൾ പഠിക്കാനുള്ളതാണ്. ജസ്റ്റ് ഈ പേരുകളൊക്കെ ഓർത്തുപോകാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മൂർത്തമോ അമൂർത്തവുമായ ഉദാഹരണങ്ങളിൽ കടന്നുപോയി പൊതുവായ നിഗമനത്തിൽ എത്തിച്ചേരുന്നത് ഏതാണ്? അപ്പൊ എന്താണ്? ഉദാഹരണങ്ങളിൽ നിന്നും പൊതുതത്വത്തിലേക്ക് ഉള്ള രീതി ഏതാണ്? നമ്മുടെ ആഗമന രീതി അല്ലെ. ഉദാഹരണത്തിൽ നിന്നും പൊതുതത്വത്തിലേക്ക് പോകുന്ന രീതിയാണ് ആഗമന രീതി. ഇനി നിഗമന രീതി എന്തായിരുന്നു? പൊതുതത്വത്തിൽ നിന്നും എങ്ങോട്ട് പോകണം? നമ്മൾ ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ പോകണം. അതാണെങ്കിൽ നിഗമന രീതി. അപ്പൊ ഈ രണ്ട് രീതികൾ ഓർത്തിരിക്കണം. എന്താണ്? നമ്മുടെ ഉദാഹരണത്തിൽ നിന്നും പൊതുതത്വത്തിലേക്ക് വരുന്ന രീതിയാണ് ആഗമന രീതി, പൊതുതത്വത്തിൽ നിന്നും ഉദാഹരണത്തിലേക്ക് പോകുന്നതാണ് നിഗമന രീതി. ഓക്കെ, ഇനി ഉദ്ഗ്രഹന രീതി അനലിറ്റിക്കൽ മെത്തേഡാണ്. നമുക്ക് പഠിക്കാൻ അടുത്ത നമ്മുടെ മാത്സിന്റെ പടകോയ്ക്കകത്തുള്ള അടുത്ത ടോപ്പിക്കിനകത്ത് വരുന്നതാണ് ഗവേഷണ രീതി. നമ്മൾ പഠിച്ച പോലെ തന്നെ എന്തായിരുന്നു നമ്മുടെ ഈ ഗവേഷകന്റെ മനോഭാവത്തോടുകൂടി നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് അതിൻ്റെ അകത്ത് പ്രൊജക്ട് രീതിയൊക്കെ അതിൻ്റെ അകത്ത് വരുന്നത് കേട്ടോ. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പറയാനുള്ളതാണ്. അടുത്തത് ELPSന്റെ പൂർണ്ണരൂപം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായിരുന്നു നമ്മൾ പഠിച്ചായിരുന്നു? എക്സ്പീരിയൻസ്, ലാംഗ്വേജ്, പിക്ചർ, സിമ്പൽ അല്ലേ. എവിടെ കിടക്കുന്നത്? ഓപ്ഷൻ സിയിലാണ് കിടക്കുന്നത്. എക്സ്പീരിയൻസ്, ലാംഗ്വേജ്, പിക്ചർ, സിമ്പൽ. അതാണ് ELPSന്റെ പൂർണ്ണരൂപം. അടുത്ത ക്വസ്റ്റ്യൻ, നേടിയ അനുഭവങ്ങളെ ചിത്രങ്ങൾ, മാതൃകകൾ, ചിഹ്നങ്ങൾ എന്നിവ ഉപയോഗിച്ച് പ്രതിദാനം ചെയ്യുന്ന ഘട്ടം ഏതാണ്? നമുക്കറിയാം, നേടിയ അനുഭവങ്ങളെ ചിത്രങ്ങളും മാതൃകകളും ചിഹ്നങ്ങളും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ഘട്ടമാണ് ചിത്രീകരണ ഘട്ടം. കണ്ടോ? പ്രതിദാനം എന്താണ്? ചിത്രങ്ങൾ, മാതൃകകൾ, ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് പിക്ചറൈസേഷൻ. നമ്മുടെ ELPSനകത്ത് തന്നെയുള്ള പിക്ചറൈസേഷനകത്ത് പറയുന്ന കാര്യമാണ് എന്ത്? നേടിയ അനുഭവങ്ങൾ നമ്മൾ ചിത്രങ്ങളിലൂടെയും മാതൃകകളിലൂടെയും ചിഹ്നങ്ങളിലൂടെയും ഒക്കെ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ഘട്ടമാണ് ചിത്രീകരണം കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ അവിടെ പറഞ്ഞാണ്. എക്സ്പീരിയൻസ് വെച്ചാൽ ഒരു അനുഭവം കുട്ടികൾക്ക് വേണം. പിക്ചറൈസേഷൻ അതിന്റെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ കാണിക്കണം. പിന്നെ ലാംഗ്വേജ് ഭാഷ വഴി എക്സ്പ്ലെയിൻ ചെയ്യണം. സിമ്പിൾ ഉപയോഗിച്ച് അതിനെ പ്രതിനിധീകരിക്കണം. ആ കാര്യങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഇവിടെ പ്രതിദാനം എന്ന് പറഞ്ഞാൽ മിക്കവരും പ്രതീകത്തിലേക്ക് പോകാനൊരു ചാൻസ് ഉണ്ട്. പക്ഷെ അതല്ല ഉത്തരം. എന്താണ്? ചിത്രങ്ങളും മാതൃകകളും ചിഹ്നങ്ങളും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഏതിലാണ്? നമ്മുടെ ചിത്രീകരണ ഘട്ടം അല്ലെങ്കിൽ പിക്ചറൈസേഷൻ്റെ അകത്താണ് അത് നമ്മൾ ചെയ്യുന്നതെന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഔഷധിയുടെ സവിശേഷതകളിൽ പെടുന്നവ ഏതൊക്കെയാണ്? നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നായിരുന്നു. ഏതായിരുന്നു? പടങ്ങളൊക്കെ ഗ്രൂപ്പിൽ അയച്ചതൊക്കെ ഞാൻ കണ്ടതാണ്. വളരെ വലുത്, ഇടത്തരം വലുപ്പം, ആഴത്തിൽ വേരോട്ടമില്ല, വലുപ്പത്തിൽ ചെറുതാണ്. അപ്പം ഔഷധിയുടെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം. ഒന്നാമത്തേത് ആഴത്തിൽ വേരോട്ടമില്ല, രണ്ടാമത്തേത്
ക്വസ്റ്റ്യൻ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്താന്ന് തോന്നുന്നു അല്ലേ? ശരിയല്ലേ? സെയിം ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താന്ന് തോന്നുന്നു അല്ലേ? ശരിയല്ലേ? ഓക്കെ. അടുത്തത്, തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തണ്ട് മൃദുവാണ് ഓഷധികൾ, വളരെ കാഠിന്യമുള്ള തണ്ട് മരങ്ങൾ, കട്ടിയുള്ള തണ്ട് കുറ്റിച്ചെടി, വളരെയധികം വർഷങ്ങൾ ജീവിക്കുന്ന സസ്യം ഔഷധി. ശരിയാണ്. ഔഷധി എന്ന് വെച്ചാൽ തണ്ട് മൃദുവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാടിപ്പോകാം. മരത്തിന്റെ തണ്ട് പോലെ വലിയ കാഠിന്യമില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവ നശിക്കാം. ഒരു വർഷമൊക്കെ മാക്സിമം കേട്ടോ. നമ്മുടെ ഈ കുറ്റിച്ചെടികളൊക്കെ പോലെ എന്താണ് ഈ പറഞ്ഞ ഔഷധി, അതിൽ ഇതാണ് നമ്മുടെ ഹെർബ്സ് എന്ന് പറയുന്നത്. ഷെർബ്സ് എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ ചെടികൾക്ക് പറയുന്നതാണ് ഔഷധി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവ നശിക്കാം. അതുകൊണ്ട് വളരെയധികം വർഷങ്ങൾ ജീവിക്കുന്നതല്ല ഔഷധി കേട്ടോ. മരങ്ങളായിരുന്നെങ്കിൽ ആ ഒരു പോയിന്റിനോട് ഓക്കെ ആയിട്ട് വന്നേനെ. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള ജോഡിയായിട്ട് വന്നത്. അടുത്തത്, സസ്യങ്ങൾ മാത്രം ആഹാരമാക്കുന്ന ജീവികളിൽ പെടാത്തത് ഏതാണ്? അപ്പം സസ്യഹുക്കുകളാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? സിമ്പിളായിട്ട് പറഞ്ഞാൽ സസ്യഹുക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. പശു നമുക്കറിയാം സസ്യഹുക്കാണ്, ആട് സസ്യഹുക്കാണ്, മാനും സസ്യഹുക്കാണ്. തവള നമുക്കറിയാം അവിടെയുള്ള വെറ്റിലെല്ലാം പിടിച്ച് ഇന്ന് കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊരു സസ്യഭാഗങ്ങൾ മാത്രമല്ല ആഹാരമാക്കുന്നത്, പകരം ചെറിയ വണ്ടുകളും ജീവികളും ഒക്കെ ആഹാരം ആക്കുന്നതാണ് തവള കേട്ടോ. അടുത്തത്, ശരിയായവ തിരഞ്ഞെടുക്കുക. ഓക്കെ, ശരിയായവ തിരഞ്ഞെടുക്കുക. സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നവയെ മാംസാഹാരികളെന്ന് വിളിക്കുന്നു. നമുക്കറിയാം സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നവയെ ഇപ്പം പറഞ്ഞു എന്താണ്? സസ്യഭുക്കുകൾ എന്നാണ് പറയുന്നത്. ഇനി കോഴി മിശ്രഹാരികൾ എന്ന വിഭാഗത്തിൽ പെടുന്നില്ല. അത് കോഴി എല്ലാ സാധനങ്ങളും തിന്നുമല്ലോ. ചോറ് കൊടുത്താൽ ചോറ് തിന്നും, ഇറച്ചിയുടെ കഷ്ണം കൊടുത്താൽ അത് തിന്നും. അപ്പോൾ അതിൽ വിഭാഗത്തിൽ പെടുന്നതാണ്. അടുത്ത, മാംസം മാത്രം ആഹാരമാക്കുന്നവയെ മിശ്രഹാരികൾ എന്ന് വിളിക്കുന്നു. അതും മാംസം മാത്രം ആഹാരമാക്കുന്നവയെ എന്താണ്? നമ്മുടെ മിശ്രഹാരികൾ എന്ന് വിളിക്കുന്നു. അടുത്തത്, സസ്യഭാഗങ്ങളും മാംസവും ആഹാരമാക്കുന്നവയെ മിശ്രഹാരികൾ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് നമ്മുടെ മിശ്രഹാരികൾ വരണമെങ്കിൽ അവിടെ എന്തായിരുന്നു? സസ്യഭാഗവും അതുപോലെ തന്നെ മാംസവും ഒരുപോലെ കഴിക്കണം അല്ലേ? എന്താണ് നമ്മുടെ കാർണിവോറസും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സസ്യങ്ങളും അതുപോലെ മാംസങ്ങളും ഒരുപോലെ കഴിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിശ്രഹാരികൾ എന്ന് പറയുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളവ. ഇതെല്ലാം കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം കേട്ടോ. ആ ഒരു ടെൻഷന്റെ പുറത്ത് നിങ്ങളിരുന്ന് വായിക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു എന്താണ് ഇത് വരത്തില്ല കേട്ടോ. എന്നാ വരത്തില്ല? ഒരു എന്നാ പറയുന്നത്, ഒരു മൈൻഡ് സെറ്റ് വരത്തില്ല ഉത്തരത്തിലേക്ക് ചെല്ലാനായിട്ട്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് തെരുന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തിരിച്ച് മറിച്ച് വരുന്ന പ്രാക്ടീസ് ചെയ്യണം. ഒബ്വിയസ്ലി നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ചോദിക്കും കേട്ടോ. അതുകൊണ്ട് അതിലേക്കൊരു ട്രെയിനിങ് കൂടി ആയിരിക്കണം. അടുത്തത്, ചിത്രശലഭത്തിന്റെ വളർച്ചാഘട്ടങ്ങൾ ശരിയായിട്ടുള്ള ക്രമമേത്? ഇവിടെ കിടന്ന് പഠിപ്പിക്കുന്ന കേട്ടായിരുന്നു മുട്ട, ലാർവ, പ്യൂപ്പ, ശലഭം. നമ്മുടെ ഡോറാബുജിയൊക്കെ പോകുന്ന വഴിയൊക്കെ പോകുന്ന കേട്ടായിരുന്നു മുട്ട, ലാർവ, പ്യൂപ്പ, ശലഭം കേട്ടോ. അതിലെവിടെയാണ് നമ്മുടെ ചിത്രശലഭത്തിന്റെ വളർച്ചാഘട്ടങ്ങൾ ശരിയായിട്ടുള്ള ക്രമം? ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. ചിലപ്പോൾ പടം വെച്ചാണെങ്കിലും ചോദിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കേസ് സ്റ്റഡി എന്നറിയപ്പെടുന്ന മനഃശാസ്ത്ര രീതി ഏതാണ്? കേസ് സ്റ്റഡി എന്നറിയപ്പെടുന്ന മനഃശാസ്ത്ര രീതി കുറച്ചുകൂടി പഴയ ക്വസ്റ്റ്യൻ കേട്ടോ. കേസ് സ്റ്റഡി എന്നറിയപ്പെടുന്ന മനഃശാസ്ത്ര രീതി ചികിത്സാ രീതിയാണ് കേട്ടോ. ചികിത്സാ രീതിയാണ് കേസ് സ്റ്റഡി എന്നറിയപ്പെടുന്ന മനഃശാസ്ത്ര രീതി. കുറച്ചുകൂടി പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേസ് സ്റ്റഡി എന്നറിയപ്പെടുന്ന മനഃശാസ്ത്ര രീതി ചികിത്സാ രീതിയാണ് അറിയപ്പെടുന്നത്. സർവേ ആണ് നമുക്കറിയാം. ഒരു കൂട്ടം ആൾക്കാരുടെ വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് അല്ലെങ്കിൽ അറ്റ് എ ടൈമിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ പറയുന്ന സർവേ രീതി. അടുത്ത പരീക്ഷണ രീതി നമുക്കറിയാം. നമ്മുടെ മനഃശാസ്ത്ര ഗവേഷണ ലബോറട്ടറി സ്ഥാപിച്ചുകൊണ്ട് മനഃശാസ്ത്രത്തിന് കൂടുതൽ വസ്തുനിഷ്ഠത നേടിക്കൊടുത്ത രീതിയാണ് പരീക്ഷണ രീതി. പിന്നെ നിരീക്ഷണ രീതി നമ്മൾ മുമ്പേ പറഞ്ഞു, ഒബ്സർവേഷണറി മെത്തേഡ്. ഒരാളെ വ്യവഹാരം അല്ലെ, ഒരാളുടെ പെരുമാറ്റം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്നതാണ് നിരീക്ഷണ രീതിക്കകത്ത് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സാമൂഹിക സംഘത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹിക ബന്ധങ്ങൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് ഏതാണ്? നമ്മുടെ സാമൂഹിക മിതി അല്ലെങ്കിൽ സോഷ്യോമെട്രി ടെക്നിക് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് ജെ.എൽ. മൊറീനോ ആണ് കേട്ടോ. മറന്നുപോലെ. അഭിമുഖമാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെ മുൻനിർത്തി രണ്ടോ അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണം എന്ന് പറയുന്ന പേരാണ് അഭിമുഖം. പരിശോധന എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എന്തെങ്കിലും ഒരു കാര്യം നമുക്കുണ്ടെങ്കിൽ അതിനെ നമ്മൾ പരിശോധിക്കുക, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റ് വൈസിന്റെ ഒരു ചെറിയ മെത്തേഡിൽ കൂടിയാണ് ഈ പരിശോധന വരുന്നത്. പിന്നെ വിക്ഷേപണ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും ലാസ്റ്റ് പാഠത്തിൽ വരുന്നതാണ്.
പ്രബോധ മനസ്സിൽ അടിച്ചമർത്തേണ്ട വികാരങ്ങളും ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെയും പുറത്തെടുക്കാനുള്ള തന്ത്രമാണ് വിക്ഷേപണ തന്ത്രങ്ങൾ. ഏതൊക്കെ? നമ്മുടെ റോഷെ മഷിയോ പരീക്ഷ, തീമാറ്റിക് അപ്പർട്ടിഷൻ ടെസ്റ്റ്, പരിസർജ പരീക്ഷ, വാക്യപൂർണ്ണ പരീക്ഷ, ചിൽഡ്രൻസ് അപ്പർട്ടിഷൻ ടെസ്റ്റ്, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. അവിടുന്ന് വന്ന ചോദ്യമാണത് കേട്ടോ. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി. നമുക്കറിയാം ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി നമ്മുടെ ആദ്യത്തെ മനഃശാസ്ത്ര ഗവേഷണ രീതിയാണ് ആത്മപരിശോധന രീതി അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. വുഡും ടീച്ചറും കണ്ടുപിടിച്ച ആത്മപരിശോധന രീതിയാണ് ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി. ഇതും കുറച്ച് ഓൾഡ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചുകൂടുന്നില്ല, ചോദിക്കാം കേട്ടോ. നമ്മൾ പഠിച്ചായിരുന്നില്ല, അതായത് സ്വന്തം മനസ്സിലേക്കുള്ള എത്തിനോക്കലാണ് ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആത്മപരിശോധന രീതി എന്ന് പറയുന്നത്. ഒരാൾ സ്വന്തം വ്യവഹാരങ്ങളും തൻ്റെ പെരുമാറ്റങ്ങളും തൻ്റെ നേട്ടങ്ങളും തൻ്റെ കോട്ടങ്ങളും എല്ലാം സ്വന്തം മനസ്സിലേക്ക് എത്തി നോക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ആത്മ പരിശോധന രീതി. കണ്ടുപിടിച്ചത് വുഡും ടീച്ചറുമാണ്. അതിന് 2 ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? നമ്മുടെ ഈ മാനസിക സ്ഥിതി നേരെ അല്ലാത്തവരിൽ നമുക്ക് ഈ പരീക്ഷണം നടത്താനായിട്ട് പറ്റുകയില്ല. അതുപോലെ തന്നെ കുട്ടികളിലും അവരുടെ സ്വന്തം മനസ്സിലേക്ക് എത്തി നോക്കാൻ പറഞ്ഞാൽ നമ്മുടെ പിള്ളേരാർക്കും മനസ്സെന്നാന്ന് പോലും അറിയത്തില്ല. അവരോട് പോയി സ്വന്തം മനസ്സിലേക്ക് നിങ്ങൾ എത്തി നോക്കി നിങ്ങളുടെ കുറവുകളും പോരായ്മകളും കണ്ടുപിടിച്ച് നിങ്ങൾ നേരെയാൻ പറഞ്ഞാൽ അതൊരിക്കലും വർക്കൗട്ട് ആകണമെന്ന് ഇല്ല. നിരീക്ഷണ രീതി നമ്മൾ പറഞ്ഞു, ചികിത്സാ രീതി പറഞ്ഞു, പരീക്ഷണ രീതി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഇത്രയായിരുന്നു ഇവിടെ നിന്നുള്ള ആൻസേഴ്സ് അല്ലേ. 15 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 15 മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ആൻസേഴ്സ് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരണം. ശേഷം ഞാൻ നിങ്ങൾക്കുള്ള റിപ്ലൈ തരാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ക്വിറ്റ് ആവുകയാണ്. അന്ന ടീച്ചർ നിങ്ങൾക്ക് ബാക്കി എന്തെടുത്തോളും സയൻസ് കണ്ടിന്യൂ ചെയ്തോളും കേട്ടോ. യെസ്, ഓക്കെ, താങ്ക് യു.